ഞാൻ പോകുന്നതേ റോട്ടിൽ കിടക്കുന്ന ഒരു ചാക്ക് എടുക്കാനാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചാക്കില്ലാതെ ഒരു പരിപാടി നടക്കൂല. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും ചാക്കാണ് കേട്ടോ താരം. അപ്പോൾ ഇത് റോട്ടിൽ ആരോ ഉപേക്ഷിച്ച ഒരു സിമൻറ്റ് ചാക്കാണ്. അതിങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്ടിയിൽ കുമ്പളങ്ങയുടെ വേസ്റ്റ് എന്തൊക്കെ, വെള്ളരിക്കയുടെ വേസ്റ്റ് എന്തൊക്കെ ഇട്ടിട്ട് മുളച്ച് വന്നതാണ്. വെള്ളരിക്കേൻ്റെ തൈയാണോ കുമ്പളങ്ങേൻ്റെ തൈയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഒരു നടൽ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇരട്ടി വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ കൃഷി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ കൃഷിക്കാരൊക്കെ ഉണ്ട്. അവർ അഭിപ്രായം അറിയിക്കണേ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചാക്കിൽ, അപ്പോൾ നമ്മൾ എടുത്തോടുന്ന സിമെൻറ്റും ചാക്കിലല്ല, ഞാൻ ടെറസ് വൃത്തിയാക്കിയിട്ട് എനിക്ക് കുറച്ച് ചവറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിതാ ഇവിടെ ഒരു സാധാരണ ഒരു ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് നമ്മൾ തൈ മാറ്റി നടണം. നമ്മുടെ ചട്ടിയിൽ കാക്കപ്പൂവായിരുന്നു ഉണ്ടായിരുന്നത്. കാക്കപ്പൂവ് നടാൻ വേണ്ടിയിട്ട്, പറിച്ച് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടി സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുളച്ച് വന്ന തയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ചാക്കിൽ നടാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ചും കൂടി നല്ല ചാക്ക് എടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊന്നല്ല കാര്യം, ഇത് നല്ല ചാക്കാണ്, കാണാൻ ഗ്ലാമർ ഇല്ല എന്നുള്ളൂ, പക്ഷേ ഇത് നല്ല ചാക്കാണ്, പ്രത്യേകിച്ച് ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൽ നമ്മൾ ടെറസ് വൃത്തിയാക്കിയിട്ട് അവിടെ മാവിൻ്റെ മുകളിൽ നിന്ന് വീണ കരിയിലൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ ചട്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട്, അപ്പോൾ അതിൽ തെർമോക്കോൾ അടിയിലുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വേരോടിയിട്ടുണ്ട്. അപ്പോൾ അതോടുക്കനെ ഇറക്കി വെച്ചു. കരിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം. ഇത് പോട്ടി മിക്സാണ് കേട്ടോ. കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേറെ നമ്മുടെ ബാൽക്കണിയിലാണ്, ഏറ്റവും മേളിലേക്ക് പോണ സ്റ്റെയറാണ് ഇട്ടത്. അപ്പോൾ ഇനി ഓപ്പൺ ടെറസിലേക്ക് ഇത് കൊണ്ടുവെക്കണം. അപ്പോൾ ഇനി മറ്റേ ചട്ടികളിലുള്ള മറ്റു ചട്ടികളിലെ തൈകളൊക്കെ ഇതിലേക്ക് മാറ്റി വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് വെച്ചു. ഇന്ന് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ കുറേ കാലമായി എനിക്ക് വെണ്ടക്ക തൈയും തക്കാളി തൈക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം വന്നിട്ട് അതൊന്ന് വെച്ച് പിടിപ്പിക്കാമെന്നുള്ള ആഗ്രഹമൊക്കെ വന്നിട്ട്, അപ്പോൾ ഞങ്ങൾ വെണ്ട വിത്തും തക്കാളിയുടെ വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 2 വെണ്ടയുടെ തൈയുണ്ട്, അതുപോലെ ഒരു തക്കാളിയുടെ തൈയുണ്ട്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു തക്കാളി തൈ മിസ്സായെന്ന് പറഞ്ഞില്ലേ, ആ തക്കാളി തൈ കിട്ടിയിട്ടില്ല കേട്ടോ, അത് അങ്ങനെ പോയേ. പിന്നെ ദാ സിമൻറ്റിൻ ചാക്കിലും പിന്നെ ഈ ചാക്കിലും ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ കരിയിലെടുത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ കുറേ മാവിൻ്റെ കരിയിലുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിലെ മുറ്റടിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കരിയില വേണം, നിങ്ങളത് കത്തിച്ച് കളയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനത് ഇങ്ങോട്ട് ചാക്ക് നിറച്ചെടുത്ത് കൊടുത്തിട്ടാ. പിന്നെ നമ്മുടെ സിമൻറ്റിൻ ചാക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രോ ബാഗ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഓട്ടയിട്ടിട്ട് 2 സൈഡിലും ഓട്ടയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ ഒരു ചെറിയൊരു വെള്ളം പോകാൻ വേണ്ടിയിട്ട്, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നാശമായിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് ഈ ചാക്ക്. അപ്പോൾ നല്ല ഗ്ലാമറായി. ഇനി ഇതാ കുറേ കരിയില, ആ കരിയിലൊക്കെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കരിയില അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചകിരിയാണ് ഇട്ട് അതിൽ ആദ്യം ബേസായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ആക്കിയതിൽ ചകിരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇന്നലെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കരിയില മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ അടിയിലായിട്ട് കുറച്ച് ചകിരി കൂടി ഇട്ട് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറേ ചകിരി ഉണ്ട്, പിന്നെ കത്തിച്ച് കളയണ്ട, വെറുതെ ഉപകാരത്തിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാരണ ഞാൻ ഇതിൻ്റെ പോറ്റ ഇങ്ങനെ പറിച്ചെടുത്തിട്ടാണ് ചെയ്യാറ്, പക്ഷേ ഇന്നിപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് കരിയില അതിലേക്ക് നന്നായി നിറച്ച് കൊടുക്കുക കേട്ടോ. മാക്സിമം എന്തോരം നിറക്കാൻ പറ്റുമോ അത്ര നിറച്ചോട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ കരിയിലെടുത്ത് കൊണ്ടുവന്നപ്പോൾ അവരുടെ വീട്ടിൽ മുറ്റാണ്, കട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ അടിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ അവിടുത്തെ മണ്ണും ഉണ്ടാവട്ടെ. നല്ല കറുത്ത മണ്ണാണ് അവിടുത്തെ. നമ്മുടെ ഈ നാട്ടിൽ പൊതുവേ നല്ല കറുത്ത മണ്ണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ
കറുത്ത മണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ടാവുന്നതാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ടുള്ള ചുമന്ന ഇതേപോലത്തെ ഒരു മണ്ണ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ മണ്ണാണ്. അപ്പോൾ അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യത്തിന് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തൈ നടാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒന്നാമത്തെ വളം. ഈ കരിയില ഇങ്ങനെ കുത്തി നിറക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3 വളങ്ങളിൽ ഫസ്റ്റത്തെ വളം കേട്ടോ. ഇനി എന്താ പറയുക, വെണ്ടയ്ക്കേൻ്റെ എന്താ പറയാന്നിടക്ക് ഞാനിങ്ങനെ പറയുന്നിട്ട, എന്താ പറയാന്നല്ല, നമ്മളൊരു വെണ്ടയ്ക്കേൻ്റെ തൈ അതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ഞാൻ പറിച്ച് വെച്ചിട്ടുള്ളൂ, അപ്പത്തേനും അതിങ്ങനെ വാടിപ്പോയി. അപ്പോൾ ഇനി ഞാൻ ഉഷാറാക്കണം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് 3 വേറെ ചാക്കിലും കൂടി മണ്ണ് നിറച്ചിട്ട്, പിന്നെ ഇതുപോലെ കരിയില നിറച്ചിട്ട് ഇതേപോലെ തന്നെയാണ് 3 ചാക്കും സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചാക്കിൽ പിന്നെ തക്കാളിയുടെ വിത്തും, 2 ചാക്കിൽ വെണ്ടയുടെ തൈയും, തക്കാളിയുടെ വിത്തല്ല കേട്ടോ, തക്കാളി തൈയും, പിന്നെ 2 ചാക്കിൽ വെണ്ടയാണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വിലക്കുറവൊക്കെ തോന്നും, പക്ഷേ അതെന്തായാലും പിടിക്കും, അത് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് രണ്ടാമത്തെ വളമായിട്ട് കൊടുക്കാൻ പോണത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ സംഭവം കഞ്ഞിവെള്ളമാണ്, അതില്ലാത്ത പരിപാടിയില്ല കേട്ടോ. അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇനി ഇതിന് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ചു കൊടുത്താൽ നമ്മുടെ കരിയില പെട്ടെന്ന് തന്നെ ദ്രവിച്ചോളൂ കേട്ടോ, നല്ല വളമായിട്ട് മാറിക്കോളും. പിന്നെ ഇതാ കടയിൽ നിന്ന്, നമ്മുടെ മുന്നിലൊരു കടയാണ്, അപ്പോൾ ആ കടയിൽ നിന്ന് കുറച്ച് ചീഞ്ഞ തക്കാളി, അതുപോലെ മുള വന്ന സവാളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പച്ചമുളക്, പഴുത്ത മുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തക്കാളിയുടെ കൂടെ തന്നെ ഈ ചീഞ്ഞ തക്കാളിയും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി ഞരടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും തക്കാളി മുളപ്പിക്കാനുള്ളൊരു ചെറിയൊരു പദ്ധതി. അപ്പോൾ ഇതിൽ ഇനി മുളച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല തൈകളുണ്ടെങ്കിൽ പറിച്ച് മാറ്റി നടുകയും ചെയ്യാം. പിന്നെ ഈ പച്ചമുളക് നമുക്ക് വേറെ ചാക്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയുടെ കൂടെ കുറച്ച് പച്ചമുളക്, നല്ല പച്ചമുളകാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഇതുപോലത്തെ ഉള്ള കടയിൽ നിന്ന് ഇങ്ങനെ വേസ്റ്റായിട്ട് കിട്ടണമൊക്കെ ഇതുപോലെ പാകി കൊടുക്കാം കേട്ടോ. അപ്പോൾ പണ്ട് ഇത് ചെയ്തു തരുന്നതാണ്. പിന്നെ നമ്മൾ വീടൊക്കെ പുതുക്കി പണിതപ്പോൾ ഇതൊക്കെ ആ ഒരു ഇതിലേക്ക് ഒന്നും നമുക്ക് നടാനൊന്നും പറ്റാത്ത അവസ്ഥയായി. അപ്പം അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമതല്ല ആദ്യം മുതൽക്കേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ നടുന്നുണ്ട്, അവിടെ പിടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആവണുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ടൈമിലൊക്കെ കൈപ്പക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൈപ്പക്ക, അതുപോലെ ചീര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത്രയും നല്ല ക്ലാരിറ്റി, ഒരു വോയിസ് ഒന്നും കൊടുത്തിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്നൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ആണ് ഞാൻ വോയിസൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ നമ്മുടെ മുള വന്ന പിന്നെ ഈ സവാള നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാം, വല്ല കാലിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടിയിലുണ്ടായിരുന്ന വേപ്പ് ഉമ്മ മണ്ണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് നന്നായി പൊടിച്ച് വരുന്നുണ്ട്. ചട്ടിയിൽ നിന്നിരുന്നതാണ്, 3 ചട്ടിയിലുണ്ടായിരുന്നു, അപ്പോൾ 3ഉം മണ്ണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ചട്ടി വെറുതെ ഒന്നുമില്ലാതിരിക്കുന്നുണ്ട്. ഇതിലായിരുന്നു കേട്ടോ തക്കാളി തൈ ഉണ്ടായിരുന്നു, മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണോ വെക്കുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും വീഡിയോയിലൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, വെറുതെ കളയണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും നടന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഇത് ചീഞ്ഞതാണ്, ഇത് 2 ചീഞ്ഞ മുള വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള മുളകിൻ്റെ ഇതും അരിയും അവിടെ അതൊക്കെ വിത്തും ഒക്കെ ഇതിലേക്ക് പാകിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ 2 സൂപ്പർ വളങ്ങൾ പറഞ്ഞ്, ഒന്ന് കരിയിലയാണ്, പിന്നെ ഒന്ന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളത് അടുത്ത വളം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഇത് പിടിച്ചതിന് ശേഷം ഈ തൈകളൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ മേലെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ താഴെ വെയിലൊന്നുമില്ല. പിന്നെ വെണ്ടയ്ക്കും അതുപോലെ തക്കാളിക്കൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വേണം. അപ്പോൾ നമ്മൾ മേലെ ടെറസിൻ്റെ ബാൽക്കണിയിലല്ല, ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെണ്ട ഇങ്ങനെ ചാഞ്ഞ് കിടക്കണ കാരണം ഞാൻ ചെറിയൊരു ഈർക്കിളി കുത്തി വെക്കണേ നല്ലപോലെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോബിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് സ്ലറി ഉണ്ട്. ആ സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി പിടിച്ചു വരുമ്പോൾ